ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇന്നലെ നമ്മൾ പ്രോമോയിൽ ഗബ്രി വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇന്ന് രാവിലെ 7:15 ആയപ്പോഴാണ് ഗബ്രി ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലോട്ടേക്ക് വന്നത്. കിച്ചൺ ഏരിയയിൽ ഗബ്രി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. രതീഷ് വെള്ളം എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ഗബ്രിയെ കാണുന്നു. ജാസ്മിൻ പെട്ടെന്ന് ഗബ്രിയെ കണ്ട് ഞെട്ടുന്നു. ജാസ്മിൻ കൈകൾ കൊണ്ട് കണ്ണു പൊത്തി ഓടിപ്പോയി സോഫയിലിരിക്കുന്നു. ഗബ്രി നടന്ന് വന്ന് സിനിമ സ്റ്റൈൽ രീതിയിൽ ഇവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് കെട്ടിപ്പിടിക്കുന്നു. ഈ ഒരു സീൻ ഒറിജിനലായിട്ട് തന്നെ ബിഗ് ബോസിന് കിട്ടി. ഇപ്പോൾ അവരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വന്നപ്പോൾ ഫോട്ടോയും മാലയും എല്ലാം, ഗബ്രിയുടെ ഫോട്ടോയും മാലയും എല്ലാം എടുത്ത് മാറ്റിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫോട്ടോ എടുത്ത് മാറ്റാം, മാല എടുത്ത് മാറ്റാം, പക്ഷേ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി ഇവരിൽ ഒരാൾ പുറത്ത് പോകണം എന്നായിരുന്നു ഇവർ രണ്ടുപേരും വീടിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്നും കാണുന്നവർ, എന്നും മിണ്ടുന്നവർ, എന്നും അടുത്ത് ഇടപെടുന്നവർ പെട്ടെന്നൊരു ദിവസം നിർത്തണം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. ഇവർ തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇല്ലാണ്ടായാലേ അത് നടക്കുള്ളൂ. അതിന് ഇതിലൊരാൾ പുറത്ത് പോകണം എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗബ്രി പുറത്ത് പോയതിന് ശേഷവും പക്ഷേ ജാസ്മിന് ഗബ്രിയെ മറക്കാനായിട്ട് പറ്റുന്നില്ല. ജാസ്മിൻ ഗബ്രിയെ ഓർത്ത് കരയുന്നതാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ ആദ്യം ഒരു ഡ്രാമയാണ്, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് ഡ്രാമാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗബ്രി കോംബയും ഡ്രാമയാണ്, ഒട്ടും ജെന്യുവിൻ അല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിനോട് ശരിക്കും സ്നേഹമുണ്ടോ, ജെന്യുവിനാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും രണ്ടുപേരും വന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ ഫോട്ടോയും മാലയും എല്ലാം എടുത്ത് മാറ്റിയിട്ടും ടെഡീനെ കൊണ്ട് കൊടുത്തിട്ടും ഇത്രയും ഹിൻറ്റ് ജാസ്മിന് കൊടുത്തിട്ടും ജാസ്മിന് ഗബ്രിയെ മറക്കാനായിട്ട് പറ്റിയിട്ടില്ല. ജാസ്മിൻ ഗബ്രിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ, ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് സന്തോഷവും അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴും ജാസ്മിന് ഗബ്രീനോട് ഉണ്ട് എന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ജാസ്മിന് ഗബ്രീനോടുള്ള സ്നേഹം പ്രണയമായി മാറി എന്ന് ജാസ്മിന് ഓൾറെഡി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ഇനിയും എന്തൊക്കെയാകും എന്ന് നമുക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി കാത്തിരിക്കാം. അതുവരെ ബൈ.